എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത്? അതായത് അസസ്മെന്റ് ആസ് ലേണിംഗ്. സ്വയം നമ്മൾ ഇതാണ് എന്റെ സ്ട്രെങ്ത്, ഇതാണ് എന്റെ വീക്ക്നെസ് എന്ന് മറ്റുള്ളൊരാൾ പറയുന്നതിനേക്കാൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയാലേ മാറ്റം സംഭവിക്കൂ എന്നൊരു കോൺസെപ്റ്റിലേക്ക് ഇപ്പൊ എല്ലാവരും എത്തി. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ പിരമിഡില് എന്താണ് ബേസിൽ വരുന്നത്? അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ് ബേസ്, പിന്നെ അസസ്മെന്റ് ഫോർ ലേണിംഗ്, പിന്നെ അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 പിക്ചർ തന്നാണ്. ഇത്രയാണ് ഈ ടൈപ്സ് ഓഫ് അസസ്മെന്റിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു? എന്താണ് അസസ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് അസസ്മെന്റ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രധാനമായിട്ടുള്ള 4 ടൈപ്പ് അസസ്മെന്റ് ഏതൊക്കെയായിരുന്നു? ഡയഗ്നോസ്റ്റിക്, അതുപോലെ തന്നെ ഫോർമേറ്റീവ്, പിന്നെ സമ്മേറ്റീവ്, അതുപോലെ തന്നെ പ്ലേസ്മെന്റ് അസസ്മെന്റ്. ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ നോക്കി. പിന്നെ ഇത് കൂടാതെ വേറൊരു ഇതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന 3 വേറെ ടൈപ്പ് അസസ്മെന്റ്സ്. ഏതൊക്കെ? അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഇത്രയല്ലേ നമ്മൾ നോക്കിയേ? ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ട് ചോദിക്കാവോ ഡൗട്ട് ഉണ്ടെങ്കിൽ. എയിം ഓഫ് ടീച്ചിങ് ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആണോ മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആണോ? ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ല ആൻസർ കൊടുക്കേണ്ടത്. ഒന്നും കൂടി ചോദിക്കോ? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്, മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഓപ്ഷൻ ഉണ്ട്, ടീച്ചിങ് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ കൊടുക്കണ്ടേ? അതെ, ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കൊടുക്കണ്ടേ. ഓക്കെ, എന്നാ നമുക്ക് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. അത് നമുക്ക് ഒരുമിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? വായിച്ചു നോക്കൂ. ടീച്ചർ പ്രൊവൈഡ്സ് സ്റ്റുഡൻസ് വിത്ത് എ ചെക്ക് ലിസ്റ്റ് ടു ഇവാലുവേറ്റ് ദെയർ ഓൺ പ്രൊജക്ട് വർക്ക് ബിഫോർ ഫൈനൽ സബ്മിഷൻ. This practice primarily exemplifies 4 options: summative evaluation, assessment as learning, assessment of learning, assessment for learning. ഒന്ന് കമന്റ് ചെയ്യൂ ഏതാണ് ഓപ്ഷൻ എന്ന്. ഓക്കെ, എന്നാ ഒരാള് വോയിസ് ഓൺ ആക്കിയിട്ട് പറയാവോ ഏതാണ് ആൻസർ എന്ന്, ഏതാണ് തോന്നുന്ന ആൻസർ എന്നുള്ളത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അസസ്മെന്റ് ആസ് ലേണിംഗ്. യെസ്, ആൻസർ ഓപ്ഷൻ ബി, അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ്. എന്തുകൊണ്ടാണ് അസസ്മെന്റ് ആസ് ലേണിംഗ് വന്നത്? സെൽഫ് ഇവാലുവേഷൻ. യെസ്, ഇവിടെ എന്താ നടക്കുന്നത്? ടീച്ചർ സ്റ്റുഡൻസിന് ഒരു ചെക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. എന്തിനാ ചെക്ക് ലിസ്റ്റ്? ടു ഇവാലുവേറ്റ് ദെയർ ഓൺ പ്രൊജക്ട് വർക്ക് ബിഫോർ ഫൈനൽ സബ്മിഷൻ. അവരുടെ തന്നെ പ്രൊജക്ട് വർക്ക് എന്താക്കാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? സെൽഫ് ഇവാലുവേഷൻ ആണ് നടക്കുന്നത്. സോ സെൽഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ് ആണെങ്കിൽ ഏത് ടൈപ്പാണ് നമ്മൾ പഠിച്ചത്? അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ് പഠിച്ചത്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ നമ്പർ ബി, അസസ്മെന്റ് ആസ് ലേണിംഗ്. എന്നാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഒരു അസേർഷൻ സ്റ്റേറ്റ്മെന്റും തന്നിട്ടുണ്ട്, ഒരു റീസണും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും വായിച്ചു നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. NCERT എക്സാമിന് ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അസേർഷൻ പറയുന്നത്, ഫോർമേറ്റീവ് അസസ്മെന്റ് ഈസ് കൺസിഡേർഡ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. അതാണ് അസേർഷൻ. റീസൺ എന്താ? ഇറ്റ് ഈസ് കണ്ടക്ടഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ടേം ടു സർട്ടിഫൈ സ്റ്റുഡന്റ് അച്ചീവ്മെന്റ്. അതാണ് അതിന്റെ റീസൺ. സോ അസേർഷനും തന്നു, റീസണും തന്നു. ഇനി അതിന്റെ ഓപ്ഷൻസ് നോക്കൂ. എന്താ ഓപ്ഷൻ?
ഓപ്ഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് വായിക്കണേ. ഇത്തരം ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഇതാണോ ശരി എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ എത്തും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഓപ്ഷനും നമ്മൾ എന്താക്കണം, കൃത്യമായിട്ട് വായിക്കണം. സോ എന്താണ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഓപ്ഷൻ സി, both A and R are true and R is the correct explanation. Option D, A is true, R is false. ഇതിന്റെ ആൻസർ ഏതായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യൂ. ഇനി വേറൊരാൾ പറയൂ ആൻസർ. A is true, R is false. യെസ്, ഓപ്ഷൻ ഡി, എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. അതാണ് കറക്റ്റ് ആൻസർ. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ അസേർഷൻ എന്താ പറയുന്നത്? ഫോർമേറ്റീവ് അസസ്മെന്റ് ഈസ് കൺസിഡേർഡ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. അത് ശരിയാണോ? ശരിയാണോ? ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണോ? അതെ. അതെ. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഫോർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് ആ. അപ്പൊ നമ്മുടെ അസേർഷൻ ശരിയാ, അതായത് എ ഈസ് ട്രൂ. ഇനി റീസൺ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കണ്ടക്ടഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ടേം ടു സർട്ടിഫൈ സ്റ്റുഡന്റ് അച്ചീവ്മെന്റ്. അതായത് ഫോർമേറ്റീവ് അസസ്മെന്റ് ഒരു ടേമിന്റെ എൻഡിൽ നടത്തുന്ന ഒരു അസസ്മെന്റ് ആണ്. അത് ശരിയാണോ? അല്ല. അല്ല. കാരണം ഫോർമേറ്റീവ് എപ്പോഴാണ് നടത്തുക? അത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ ഇടയിൽ നടത്തുന്ന അസസ്മെന്റ് രീതിയാണ് എന്ത്? ഫോർമേറ്റീവ് അസസ്മെന്റ്. സോ നമ്മുടെ എ ട്രൂ ആണ്, പക്ഷെ അതിന്റെ റീസൺ ആർ എന്താണ്? ഫോൾസ് ആണ്. സോ അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. യെസ്. ഓക്കെ, സോ എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? വായിച്ചു നോക്കൂ. In the context of the Indian education system, diagnostic assessment is most effectively used to dash. ഒരു 4 ഓപ്ഷൻ. ഓപ്ഷൻ എ, select students for scholarship. Option B, identify specific learning gaps before a new unit. Option C, assign ranks to students. And option D, provide feedback to parents. ഈ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ കാണുമ്പോൾ പേടിക്കേണ്ട അതൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ ആ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ കൊടുത്തതാണ്. നിങ്ങൾ മെയിൻ ആയിട്ട് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത് അത്ര മാത്രം നോക്കിയാൽ മതി. സോ എന്താണ് ആൻസർ? എവിടെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ഉപയോഗിക്കുക? ഏതാണ് ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ലേണിംഗ് ഗ്യാപ്പ് ബിഫോർ എ യൂണിറ്റ്, ന്യൂ യൂണിറ്റ്. ഐഡന്റിഫൈ സ്പെസിഫിക് ലേണിംഗ് ഗ്യാപ്സ് ബിഫോർ എ ന്യൂ യൂണിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ടീച്ചർക്ക് മനസ്സിലാക്കാൻ ഈ കുട്ടിക്ക് ഇത്ര അറിയാം ഇതറിയില്ല, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അസസ്മെന്റ് ആണ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. സോ അങ്ങനെ പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 4. 4 എന്താ പറയുന്നത്? ഡൂയിങ് എ സയൻസ് എക്സ്പെരിമെന്റ്, എ ടീച്ചർ ഒബ്സർവ്സ് സ്റ്റുഡൻസ് എബിലിറ്റി ടു ഹാൻഡിൽ എക്യുപ്മെന്റ്. ദിസ് ഒബ്സർവേഷൻ ഈസ് എ ഫോം ഓഫ് 4 ഓപ്ഷൻ ഉണ്ട്. പ്ലേസ്മെന്റ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, ഫോർമൽ അസസ്മെന്റ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെന്റ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ?
ഒരു സയൻസ് എക്സ്പെരിമെന്റ് നടത്തുന്നതിന്റെ ഇടയ്ക്ക് ടീച്ചർ എക്യുപ്മെന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള കുട്ടികളുടെ എബിലിറ്റി ഒബ്സർവ് ചെയ്തു. എപ്പോഴാണ് ഒബ്സർവ് ചെയ്ത്? ഈ ഒരു സയൻസ് എക്സ്പെരിമെന്റ് നടത്തുന്നതിന്റെ ഇടയിൽ, അതായത് ആ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആര് ഒബ്സർവ് ചെയ്തു? ടീച്ചർ ഒബ്സർവ് ചെയ്തു. ഈ ഒബ്സർവേഷൻ ഏത് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ്? അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ യെസ്, ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി, ഫോർമേറ്റീവ് അസസ്മെന്റ്. എന്തുകൊണ്ടാ? ഈ ഒരു എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പെരിമെന്റ് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കല്ലേ. ആ പ്രോസസ്സിന്റെ ഇടയിൽ ടീച്ചർ എന്ത് ചെയ്യാണ്? ഒബ്സർവ് ചെയ്യാണ് ചെയ്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, വെറും എക്സാം ഇല്ലേ, നമ്മൾ നടത്തുന്ന എക്സാം ടെസ്റ്റ്, അത് മാത്രമല്ല കേട്ടോ അസസ്മെന്റ്. ഇങ്ങനെയുള്ള ഒബ്സർവേഷൻ, അതുപോലെ അസൈൻമെന്റ് കൊടുക്കുന്നത്, പ്രൊജക്ട് വർക്ക് കൊടുക്കുന്നത്, പ്രസന്റേഷൻ കൊടുക്കുന്നത്, ഓറലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതൊക്കെ അസസ്മെന്റ് ആണ്. അപ്പൊ ഈ എക്സാമിന്, നമ്മുടെ ടെസ്റ്റ് NCERT എക്സാമിന് ഇങ്ങനത്തെ സിറ്റുവേഷൻ തന്നാൽ അതൊക്കെ എന്താണ്? ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒബ്സർവേഷൻ ആണ് തന്നെ. ആ ഒബ്സർവേഷൻ ഈ ഒരു സയൻസ് എക്സ്പെരിമെന്റ് പ്രോസസ്സിന്റെ ഇടയിൽ നടന്നതുകൊണ്ട് അത് എന്ത് ടൈപ്പ് അസസ്മെന്റ് ആയി? ഫോർമേറ്റീവ് അസസ്മെന്റ് ആയി. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? Which of the following is an example of assessment as learning? Option A teacher grading a midterm essay. Option B, a standardized university admission test. Option C, a student reflecting on their journal to see cognitive evolution. Option D, a principal reviewing school results. ഏതായിരിക്കും അസസ്മെന്റ് ആസ് ലേണിംഗ്? Option C. ഓപ്ഷൻ സി, എ സ്റ്റുഡന്റ് റിഫ്ലക്ടിങ് ഓൺ ദെയർ ജേർണൽ ടു സീ കോഗ്നിറ്റീവ് ഇവല്യൂഷൻ. അതായത് ഈ സെൽഫ് റിഫ്ലക്ഷൻ, സ്റ്റുഡന്റ് റിഫ്ലക്ട് ചെയ്തു, അങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾ എന്ത് എഴുതിക്കോളൂ? അസസ്മെന്റ് ആസ് ലേണിംഗ് എഴുതിക്കോളൂ. ഈ ഒരു സെൽഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ്, ഒരു സെൽഫ് എന്ന് പറയുന്ന, അതായത് കുട്ടി സ്വയം ചെയ്യുകയാണല്ലോ, അങ്ങനെ കണ്ടാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? അസസ്മെന്റ് ആസ് ലേണിംഗ് ആയിരിക്കും. സോ ഇതാണ് ഇപ്പൊ ഞാൻ ഈ 5 ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നിലവിൽ. ഇനി നിങ്ങൾക്ക് നോട്ട് അയക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അയക്കാം. ഇനി നമുക്കൊരു ചെറിയ ടോപ്പിക്കും കൂടി ഈ അസസ്മെന്റ് എന്ന് പറയുന്ന പോർഷനിലുള്ളൂ. അതെന്ന് പറയുന്നത് ഇൻക്ലൂസീവ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് പെട്ടെന്ന് കഴിയും, അധികം ക്വസ്റ്റ്യൻ വരാത്ത രീതിയാണ്. സോ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടോ, എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ കുറച്ച് നേരത്തേക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതൊന്ന് ഒഴിവാക്കാണ്. എന്തെങ്കിലും ഡൗട്ടോ, എന്തെങ്കിലും? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കുറെ ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു. അതൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മളിപ്പോ കണ്ട എല്ലാ ക്വസ്റ്റ്യനിലും എന്താ ശരിക്കും തരുന്നത്? പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആണ് തരുന്നത്, അല്ലേ? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലായതല്ലേ? അടുത്ത ക്ലാസ് മുതൽ ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അതുപോലെ ഇതിന്റെ നോട്ട് അയക്കുമ്പം ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങനെ അതിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും കാണാതെ പഠിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിയിൽ നോക്കിയാൽ മതി. സോ മാക്സിമം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാണ് അതിന്റെ ഒരു എന്താ പറയാ അപ്രോപ്രിയേറ്റ് മെത്തേഡ്. അങ്ങനല്ലേ പറഞ്ഞ്? ഞാൻ മൊത്തം കമന്റ് വായിച്ചില്ല. റെക്കോർഡഡ് ക്ലാസ് അയച്ചുതരും. ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന ഒരു ഇതിൽ പറഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് സൈഡിൽ കമന്റ് പകുതിയെ വായിച്ചുള്ളൂ. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ് അയച്ചുതരും. ഇതിന് മുന്നേ ഫോർമൽ അസസ്മെന്റ് എന്താന്ന് ചോദിച്ചിരുന്നല്ലേ ഹാദിയ? അതായത് ഈ ഫോർമൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നടത്തുന്ന ഈ അവസാനം നടത്തുന്ന എക്സാമിനേഷനും ടെസ്റ്റും ഫോർമലായിട്ട് ടീച്ചർ ക്ലാസ്സിൽ നടത്തുന്ന സംഭവത്തിനൊക്കെ കോമൺ പറയുന്ന പേരാണ് ഈ ഫോർമൽ അസസ്മെന്റ്.
നേരത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ശരിക്കും ഫോർമൽ അസസ്മെന്റ് ഒരു ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്തുണ്ട് അവിടെ? ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് കൊടുത്തത്. ഈ സാധാരണ ക്വിസും അതുപോലെ തന്നെ ടെസ്റ്റും ഇതിനെല്ലാം നമ്മൾ ഒരു ജനറൽ ടേമിൽ പറയുമല്ലോ, അതാണ് ഈ ഫോർമൽ അസസ്മെന്റ്. ഫോർമൽ, ഇൻഫോർമൽ, അങ്ങനെ 2 ടൈപ്പ് അസസ്മെന്റ് ഉണ്ട്. അത് നിങ്ങളുടെ സിലബസിൽ മെയിൻ ആയിട്ട് അതില്ല. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റിനെല്ലാം നമ്മൾ ജനറലി പറയുന്ന ഒരു പേരാണ് ഈ ഫോർമൽ അസസ്മെന്റ്. അതായത് ഈ 4 അസസ്മെന്റിനും കൂടി കോമൺ ആയിട്ട് പറഞ്ഞതാണോ? അതെ അതെ. നിങ്ങൾ എല്ലാവരും ഇപ്പം +2 കഴിഞ്ഞ കുട്ടികളാണോ? Yes, miss. എല്ലാവർക്കും ടീച്ചിങ് തന്നെ താല്പര്യം ഉണ്ടായിട്ട് എക്സാം എഴുതാം എന്ന് വിചാരിച്ച് കൊണ്ട് എഴുതാക്കുന്നതാണോ, അല്ലെങ്കിൽ NIT പഠിക്കാം, IIT പഠിക്കാം എന്നൊരു സംഭവം കൊണ്ടാണോ? നിങ്ങൾക്ക് വോയിസ് ഓൺ ആക്കി പറയാട്ടോ. ഉള്ളവരുണ്ട്, ടീച്ചിങ് പാഷൻ ആയിട്ടുള്ളവരുണ്ട്. നിങ്ങളെ ബാക്കി മെയിൻ ഡൊമൈൻ സബ്ജക്റ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എവിടെ വരെയായി? അതൊക്കെ നിങ്ങൾ എങ്ങനെയാ സ്വയം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിക്കുകയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടാണോ? ഓക്കെ, സ്വയം നോക്കിയിട്ട് പഠിക്കുക അല്ലേ? അപ്പൊ ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതെ, PYQ വെച്ച് പഠിക്കുന്നത് നല്ലൊരു മെത്തേഡാണ്. കാരണം ചിലപ്പം കുറച്ച് ദിവസമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരുണ്ടാവും, മുന്നേ തുടങ്ങിയവരും ഉണ്ടായിരിക്കും. സോ എല്ലാവർക്കും മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും എന്ന് തോന്നുന്നു. അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. കാരണം ചിലപ്പോൾ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. എന്നാൽ നമുക്ക് ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, ഇൻക്ലൂസീവ് അസസ്മെന്റ്. അതും കൂടി എടുത്താലോ? അത് ബോറടിച്ചോ എല്ലാരും? എന്നാൽ അതും കൂടി നോക്കാല്ലേ? അത് കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഈ ഒരു ഏരിയ എന്നാണ് അസസ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ മെയിൻ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി വരുന്ന ഇൻക്ലൂസീവ് അസസ്മെന്റിൽ അധികം നമുക്ക് പറയാനില്ല. അത് കൈൻഡ് ഓഫ് ജനറൽ ടോപ്പിക് ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതും ഞാൻ നോട്ട് അയക്കാം കേട്ടോ. നമുക്ക് അതും കൂടി നോക്കിയാലോ? ഞാൻ ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നില്ലേ? സോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ഒരു അസസ്മെന്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റിലെ ഒരു ചെറിയ ടോപ്പിക് ആണ് ഇൻക്ലൂസീവ് അസസ്മെന്റ്. സോ എന്താണ് ഈ ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ? നമ്മളിവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഇതെന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ? എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ട് പഠിപ്പിക്കാം. അതെ, ഇവിടെ ഇപ്പോ വീൽ ചെയറിൽ ഇരിക്കുന്ന ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഡിഫറെന്റ് എന്താ പറയാ ലേണിംഗ് എബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാവരെയും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുന്നതിനാണ് നമ്മൾ സാധാരണ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാം.
ഇപ്പം ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ മാറ്റി നിർത്താതെ അവരെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്ന് അവർക്കിപ്പം എല്ലാവരും ഒരുമിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും ഇപ്പം ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി, കാഴ്ച കുറവുള്ള ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആ കുട്ടിക്ക് നമ്മൾ എല്ലാവരുടെയും കൂടെ പഠിപ്പിക്കുമ്പം സാധാ ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പഠിക്കാൻ പറ്റണം എന്നില്ല, കാരണം കുട്ടിക്ക് അത് കാണില്ലല്ലോ. അപ്പൊ അതിന് നമ്മൾ ബ്രെയിൻലി പോലത്തെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ ഓരോ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോഴും അതൊക്കെ ഒരേ ക്ലാസ് റൂമിലാണ് നടക്കുക. അതായത് ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയും എന്താ പറയാ ഓട്ടിസം ഉള്ള കുട്ടിയും അല്ലെങ്കിൽ OCD ഉള്ള കുട്ടിയും എല്ലാ കുട്ടികളും എന്താണ് ഒരേ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നു. പക്ഷെ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഓരോ കുട്ടിക്കും കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റിന്, അങ്ങനെ നടക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ സാധാരണ എന്ത് പറയാ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ അസസ്മെന്റ് എങ്ങനെ നടക്കുന്നു അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് അസസ്മെന്റ്. സോ ഇവിടെ ഇൻക്ലൂസീവ് അസസ്മെന്റ് ടൈപ്സ് ആൻഡ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാം. ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഞാൻ പറഞ്ഞല്ലോ ഇത് പൊതുവെ വെയിറ്റേജ് കുറഞ്ഞ രീതിയാണ്. സോ ഇതിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാല് കുറെ കാറ്റഗറി കൊടുത്തിരിക്കുന്നത് കാണുന്നില്ലേ? എന്തൊക്കെ കാറ്റഗറിയാ? ഫ്ലെക്സിബിൾ മെത്തേഡ്സ്, accommodations, alternative assessment, differentiated assessment and continuous assessment. Flexible method എന്ന് പറഞ്ഞാൽ ടീച്ചർ different ways to assess learning, uses multiple formats instead of only written test like oral exam, presentation, project work. അതായത് ഫ്ലെക്സിബിൾ, കുട്ടികൾക്ക് എന്താണോ കംഫർട്ടബിൾ, ഓരോ കുട്ടിക്കും എന്താണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് ടീച്ചർ എന്തിൽ മാറ്റം വരുത്തുന്നു, അസസ്മെന്റ് മെത്തേഡിൽ മാറ്റം വരുത്തുന്നു. ഇപ്പൊ ഇവിടെ ഓറൽ എക്സാം പറഞ്ഞു. ഒരു കണ്ണ് കാണാത്ത അല്ലെങ്കിൽ കാഴ്ച കുറവുള്ള ഒരു കുട്ടിക്ക് റിട്ടൺ എക്സാം എഴുതാൻ പറ്റുമോ? ബ്രെയിനിലൊക്കെ ഉപയോഗിച്ച് പറ്റും, പക്ഷെ ജനറൽ കേസിൽ ജനറലി അത് പോസിബിൾ ആണോ? അല്ല. അപ്പൊ അത്തരം കുട്ടികൾക്ക് ടീച്ചർ എന്ത് എക്സാം നടത്തും? ഓറൽ എക്സാം നടത്തും. അതായത് ഓറലി കുട്ടി എങ്ങനെ കാര്യങ്ങൾ പറയുന്നു, കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്ത് പറയാം. അങ്ങനെ ഓറൽ എക്സാം നടത്തുന്നു. അതുപോലെ ചില കുട്ടികൾക്ക് കാര്യങ്ങൾ കേട്ടിട്ട് മനസ്സിലാവുന്നതിനേക്കാളും കണ്ടിട്ടായിരിക്കും കൂടുതൽ മനസ്സിലാവുക. സോ അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രസന്റേഷൻ നടത്തുന്നു. അങ്ങനെ ടീച്ചർ എന്താക്കുന്നു, ഓരോ കുട്ടിക്ക് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അസസ്മെന്റ് മെത്തേഡ് ചൂസ് ചെയ്യുന്നു. അതാണ് ഈ ഫ്ലെക്സിബിൾ മെത്തേഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി മെയിൻ ആയിട്ട് പറയുന്നത്. യൂസ് മൾട്ടിപ്പിൾ ഫോർമാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഓൺലി റിട്ടൺ എക്സാം. വെറും റിട്ടൺ എക്സാമിന് പകരം ഡിഫറെന്റ് ടൈപ്പ് ഫോർമാറ്റ് ഉപയോഗിക്കാം. അതാണ് ഇത് പറയുന്നത്. രണ്ടാമത്തെയാണ് അക്കമഡേഷൻസ്. അക്കമഡേഷൻസ് എന്ന് പറയുന്നത് സപ്പോർട്ട് വിത്തൗട്ട് ചേഞ്ചിങ് ഡിഫിക്കൽറ്റി. അതായത് ഇപ്പം ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ചിലപ്പം ക്ലാസിന്റെ മുന്നിൽ പോയി എഴുന്നേറ്റ് നിന്നിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ കുട്ടീന്റെ ശാരീരികമായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങൾ കാരണം അത് പറ്റിയെന്ന് വരില്ല. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും, ആ വീൽ ചെയറോടെ ആ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ മുന്നിൽ പോയിട്ട് ആ കുട്ടിക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള ഒരു സിറ്റുവേഷൻ എവിടെ ഉണ്ടാക്കിയെടുക്കും, ക്ലാസ് റൂമിൽ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അത്തരം ഒരു ക്ലാസ് റൂമിൽ ആ കുട്ടിക്ക് എന്തൊക്കെ കുറവുകളല്ല ശരിക്കും ഡിസബിലിറ്റി നമ്മൾ പറയാൻ പറ്റില്ല. ഓരോ കുട്ടിയും എന്താ പറയാ ഓരോ കാര്യം അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. സോ ആ കുട്ടിക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ അത് ടീച്ചർ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അസസ്മെന്റ് മെത്തേഡ് ടീച്ചർ നടത്തും, ടീച്ചർ പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾക്ക് എക്സ്ട്രാ ടൈം കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഒരു സഹായത്തിന് വേറൊരു കുട്ടിയെ വെച്ചിട്ട് എഴുതിക്കുന്ന എക്സാം, അങ്ങനെ സ്ക്രൈബിനെ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ അസിസ്റ്റീവ് ടൂൾസ്, ഈ ബ്രെയിൻലി പോലത്തെ അസിസ്റ്റീവ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെയാണ് ഈ സപ്പോർട്ട് വിത്തൗട്ട് ചേഞ്ചിങ് ഡിഫിക്കൽറ്റി. ആ ഡിഫിക്കൽറ്റി മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ ടീച്ചർക്ക് കഴിയില്ല, പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നടത്തുന്ന അസസ്മെന്റ് ആണ് മെയിൻ ആയിട്ട് ഈ അക്കമഡേഷനിൽ പറയുന്നത്. പിന്നെ ഓൾട്ടർനേറ്റീവ് അസസ്മെന്റ് റീപ്ലേസ് ട്രഡീഷണൽ എക്സാം, uses continuous and activity based evaluation like portfolio, assignments, practical tasks.
അതായത് ഈ ട്രഡീഷണൽ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ നോർമലി ഉള്ള റിട്ടേൺ എക്സാമാണ്. അത് മാറ്റിയിട്ട് വെറും എക്സാമിലൂടെ മാത്രമേ കുട്ടീനെ അസസ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല. അതിന് പകരം കുട്ടിക്ക് എന്ത് കൊടുക്കുന്നു? ഒരു അസൈൻമെന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. കുട്ടി വീട്ടിൽ പോയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇത് ചെയ്തു വരണം. അങ്ങനത്തെ അസൈൻമെന്റ് കൊടുക്കാം. അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാല് സാധാരണ സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഒരു ഡോക്യുമെന്റാണ്. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് കുട്ടിക്ക് ലഭിച്ചു, ആ കാര്യങ്ങളെല്ലാം എന്താ പറയാ എഴുതി വെക്കുന്ന ഒരു സംഭവമാണ് ഈ പോർട്ട്ഫോളിയോ. സോ അങ്ങനത്തെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറയാം കുട്ടീനോട്. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടാസ്കുകൾ കുട്ടിക്ക് നൽകാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വഴി ഈ ട്രഡീഷണൽ മെത്തേഡിനെ മാറ്റി വേറെ മെത്തേഡ്സ് വഴി കുട്ടീനെ എന്താക്കുക, അസസ് ചെയ്യുക. അത്തരം രീതികളാണ് പ്രധാനമായും ഈ ഓൾട്ടർനേറ്റീവ് അസസ്മെന്റിൽ പറയുന്നത്. പിന്നെ ഉള്ളത് ഏതാ? ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ്. ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് സെയിം ഗോൾ ഡിഫറെന്റ് മെത്തേഡ് allows students to respond in their own way, writing, drawing, speaking answers. ഇതെല്ലാം ജനറലി പറയുന്നത് എന്താന്ന് വെച്ചാല് ട്രഡീഷണൽ ആയിട്ട് ഇന്ന രീതിയിൽ മാത്രമേ എക്സാമിനേഷൻ നടത്താൻ പറ്റൂ എന്നത് മാറ്റി വേണമെങ്കിൽ കുട്ടിക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വിളിച്ച് പറയാനുള്ള, അല്ലെങ്കിൽ ഒരു അലോക്കേറ്റ്. ഈ വൈവ ഒക്കെ നടത്തൂലേ? വൈവ നടത്തുന്നത് എങ്ങനെയാ? കുട്ടി എഴുതല്ലോ അവിടെ ചെയ്യുക. അവിടെ എന്താ ചെയ്യുക? ഓരോ കുട്ടി വരുന്നു, ഒരു പാനൽ അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിന്റെ പാനൽ ഇരിക്കുന്നു. എന്നിട്ട് ആ കുട്ടീനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. കുട്ടി ആദ്യത്തെ ക്വസ്റ്റ്യന് ബേസ് ലെവൽ ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടുന്നു. അപ്പൊ കുട്ടിയുടെ ഒരു പേസിനനുസരിച്ച് ഈ ക്വസ്റ്റ്യൻസിലും മാറ്റം വരുത്തുക. അല്ലാതെ എല്ലാ കുട്ടിക്കും ഒരേ ക്വസ്റ്റ്യൻ. വൈവയ്ക്ക് ജനറലി എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആവണമെന്നില്ല. അപ്പൊ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു കുട്ടീനോട് നമുക്ക് വേണമെങ്കിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. തീരെ അറിയാത്തൊരു കുട്ടീനോട് ബേസ് ലെവൽ ക്വസ്റ്റ്യൻ. അതൊക്കെ എന്താണ്? അതൊക്കെ ഒരു അസസ്മെന്റ് മെത്തേഡ് തന്നെയാണ്. അതായത് കുട്ടിക്ക് എത്ര മനസ്സിലായി നമ്മൾ അസസ് ചെയ്യാനുള്ള ചെയ്യുന്നത്. എന്തും അല്ല, റിട്ടേൺ എക്സാമും അല്ല, ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. സോ അതാണ് ഈ ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഗോളൊക്കെ സെയിമാ. എന്താ ഗോള്? കുട്ടീനെ അസസ് ചെയ്യണം. കുട്ടിക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് ഈ പാനലിന് ടീച്ചേഴ്സിന് മനസ്സിലാവണം. കുട്ടിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം. ഗോളൊക്കെ സെയിം. നമ്മൾ റിട്ടേൺ എക്സാം എഴുതിയാലും വൈവ ആണെങ്കിലും അസൈൻമെന്റും പ്രസന്റേഷനും ഒക്കെ ഗോൾ സെയിമാണ്. പക്ഷെ മെത്തേഡ് എന്താണ്? ഡിഫറെന്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് കണ്ടിന്യൂസ് അസസ്മെന്റ്. കണ്ടിന്യൂസ് അസസ്മെന്റ് നമ്മൾ പറഞ്ഞു നമ്മുടെ ഫോർമേറ്റീവ് അല്ലെങ്കിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് പോലെ ഓൺഗോയിങ് ഇവാലുവേഷൻ, അസസ് റെഗുലർലി ഡ്യൂറിംഗ് ലേണിംഗ്, നമ്മൾ ഈ ക്ലാസിന്റെ ഇടയിൽ നടത്തുന്ന ക്വിസ്, ക്ലാസ് പാർട്ടിസിപ്പേഷൻ, ഒബ്സർവേഷൻ, അതായത് കുട്ടികൾ എത്രത്തോളം ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ, GD ഒക്കെ നടത്താം. അതായത് ഒരു പാനലായിട്ട് കുട്ടികളോട് ഇരിക്കാൻ പറയാ. എന്നിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാടുകൾ പറയാ. അപ്പം ഓരോ കുട്ടിയും എത്രത്തോളം ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് ടീച്ചർക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാം. സോ ഇങ്ങനെ ട്രഡീഷണൽ മെത്തേഡ് മാറ്റി ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ പല ടൈപ്പ് കുട്ടികൾ ഉണ്ടാവും. അത് മനസ്സിലാക്കി ടീച്ചർ എന്ത് ചെയ്യണം? അസസ്മെന്റ് മെത്തേഡിൽ ചേഞ്ച് വരുത്തും. ഇതിനെയാണ് മൊത്തത്തിൽ ഈ ഇൻക്ലൂസീവ് അസസ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞു അസസ്മെന്റ് ദാറ്റ് കൺസിഡേഴ്സ് ഓൾ ലേണേഴ്സ് ഇൻക്ലൂഡിംഗ് ദോസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള ലേണേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ ഫെയർ ആൻഡ് ഇൻക്ലൂസീവ് അസസ്മെന്റ്. എങ്ങനെ നമുക്ക് നല്ല ഫെയർ ആയിട്ട് ഈ ഇൻക്ലൂസീവ് അസസ്മെന്റ് നടത്താം, അതിനുള്ള കുറച്ച് മെയിൻ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. എന്തൊക്കെയാ? യൂസ് എ റേഞ്ച് ഓഫ് അസസ്മെന്റ് ടൂൾസ്, പ്രൊവൈഡ് മീനിങ്ഫുൾ ഫീഡ്ബാക്ക്, ബി കൾച്ചറലി റെസ്പോൺസീവ്, മേക്ക് അസസ്മെന്റ് അവൈലബിൾ, സപ്പോർട്ട് സ്റ്റുഡന്റ് വോയിസ് ആൻഡ് മേക്ക് അസസ്മെന്റ് ഇന്റൻഷണൽ. അതായത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് അസസ്മെന്റ് ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. ഓരോ കുട്ടിക്കും അവരുടെ കഴിവിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് കൊടുക്കാം. ബി കൾച്ചറലി റെസ്പോൺസീവ്, അതായത് ഓരോ കുട്ടികളും ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ക്ലാസ്സിലേക്ക് വരുന്നത്. സോ ഓരോരുത്തരുടെ കൾച്ചറിനെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യാതെ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ എന്ത് നടത്തണം? ടീച്ചർ അസസ്മെന്റ് നടത്തണം. പിന്നെ മേക്ക് അസസ്മെന്റ് അവൈലബിൾ, അതായത് എല്ലാവർക്കും കുറച്ച് കുട്ടികളെ മാത്രം അസസ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി ക്ലാസ്സിലുണ്ട്, പക്ഷെ ടീച്ചർ റിട്ടേൺ എക്സാം മാത്രമേ നടത്തുള്ളൂ. ടീച്ചർ അങ്ങനെ വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിക്ക് ഒന്നെങ്കിൽ ബ്രെയിനിൽ ഉപയോഗിച്ചിട്ട് ആ രീതിയിൽ എക്സാം, അല്ലെങ്കിൽ അതിന് പകരം ഓറൽ എക്സാം, അങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിലായിരിക്കണം ഒരു ക്ലാസ് റൂമിൽ അസസ്മെന്റ് നടക്കേണ്ടത്. പിന്നെ സപ്പോർട്ട് സ്റ്റുഡൻസ് വോയിസ്, അതായത് കുട്ടികൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണം. പിന്നെ മേക്ക് അസസ്മെന്റ് ഇന്റൻഷണൽ, അതായത് ഓരോ കുട്ടീന്റെ ഇന്റൻഷൻ അനുസരിച്ച് വേണം അസസ്മെന്റ് നടത്താൻ. ഇതാണ് ഇൻക്ലൂസീവ് അസസ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. സോ
ഈ ഇൻക്ലൂസീവ് അസസ്മെന്റിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഈ പ്രസന്റേഷനിൽ. പക്ഷെ ഞാൻ നോട്ട് അയക്കുമ്പോൾ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അയക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ കവർ ചെയ്യാൻ വിചാരിച്ചത്. ഏതെങ്കിലും ഒന്നും കൂടി പറയേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊന്ന് സ്ക്രീൻ എന്നാ ഷെയർ ചെയ്യുന്നത് ഓഫ് ചെയ്യട്ടെ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടോ ഏതെങ്കിലും ഭാഗം ഒന്നും കൂടി പറയേണ്ടതോ ക്ലിയർ ചെയ്യേണ്ടതോ എന്തെങ്കിലും ഉണ്ടോ? യൂണിറ്റ് 4 കഴിഞ്ഞു. യൂണിറ്റ് 4ലെ മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു സെഷൻ തരാം. അതിൽ എനിക്ക് തോന്നുന്നത് ഈ ടോപ്പിക് ആയിട്ടല്ല, ചില ക്വസ്റ്റ്യനിലെ ചില ടേംസ്, ഇപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ചില്ല ഈ ഫോർമൽ അസസ്മെന്റ്, അങ്ങനെ ക്വസ്റ്റ്യനിൽ ചില ടേംസ് വരും. അപ്പൊ ആ ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്ക് അത് എന്താന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടി വെച്ചിട്ട് ഞാൻ ഒരു സെഷനും കൂടി തരാം. എന്നാലേ ഈ യൂണിറ്റ് 4 കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പൊ നമ്മൾ ഓവറോൾ എല്ലാം യൂണിറ്റ് 4ലെ നമുക്ക് സിലബസ് പറഞ്ഞ ടോപ്പിക് എല്ലാം നമ്മൾ കവർ ചെയ്തു. ടോട്ടൽ 10 യൂണിറ്റ് ഉള്ളത്. ഇത് പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ലേ? ഓഡിയബിൾ ആയിരുന്നില്ലേ? ഞാൻ ഇനി സൗണ്ട് കുറയ്ക്കോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അടുത്ത ക്ലാസ്സിലേക്ക്? നിങ്ങൾ ഫീഡ്ബാക്ക് പറഞ്ഞാൽ അതിനനുസരിച്ച് സ്പീഡ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവേ. ഇല്ല, 1ഉം 2ഉം 3 എടുത്തില്ല. ഫസ്റ്റ് ഞാൻ 4 തുടങ്ങിയ അസസ്മെന്റ് ആണ് തുടങ്ങിയത്. 1, 2, 3 ഇനി വരുന്ന ക്ലാസ്സിൽ എടുക്കും. ഇനി ആർക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ക്ലാസ് ഏത് ഭാഗമാണ് മനസ്സിലാവാത്തെ? ഓക്കെ. എന്നാ ഇനി ഞാൻ നോട്ട് അയക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അയക്കാം. എന്നാ അത്രേ ഉള്ളൂ എന്ന് കരുതുന്നു. നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ കൂടുതൽ യൂണിറ്റും ഒക്കെ കവർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സ്വയം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതന്നെ നല്ല കാര്യമായിരിക്കും. നിങ്ങൾക്ക് NPN സൈറ്റിൽ അല്ലെങ്കിൽ നോർമലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്ന ടോപ്പിക് എന്ന് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ നിന്നും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ മാക്സിമം ഒരു ടോപ്പിക് കവർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. മോക്ക് ടെസ്റ്റിന്റെ കാര്യം ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാട്ടോ. അതിന്റെ കറക്റ്റ് എനിക്ക് അറിയില്ല.